നമസ്കാരം. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഗോൾഡ്സിനും തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരും. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഗോൾഡ്സിന്റെ പ്രവർത്തനം. ദാവൂദ് ഇബ്രാഹിമിന്റെ പഴയ അനുയായിയാണ് ഗോൾഡ്സിൻ എന്നും പ്രചരണമുണ്ട്. ഡി കമ്പനിയുടെ ഭാഗമായിരുന്ന ഗോൾഡ്സിൻ ദാവൂദിന്റെ സിനിമാ പ്രേമം തീർന്നതോടെ സ്വയം ആ ദൗത്യം ഏറ്റെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. അറബ് സിനിമയുടെ ഗോഡ് ഫാദർ എന്ന് പോലും വിളിപ്പേരുള്ള ഗോൾഡ്സിനാണ് 99% മലയാള സിനിമകളുടെയും ഗൾഫിലെ വിതരണക്കാരൻ. അഹമ്മദ് ഗോൾഡ്സിന് നന്ദി എഴുതി കാണിക്കുന്ന ടൈറ്റിൽ ഇല്ലാത്ത മലയാള സിനിമകൾ കുറവാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയാണ് ഈ സിനിമാക്കാരൻ. അതിനിടയിലാണ് പുതിയ തമിഴ് വട്ടിപ്പലിശ ചർച്ച സാന്ദ്ര തോമസ് തുടങ്ങിവെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നടനെതിരെ പേര് പരാമർശിക്കാതെ ആരോപണവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ രംഗത്തെത്തിയിരുന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിയിട്ടുണ്ടെന്ന ലിസ്റ്റിന്റെ വാക്കുകൾ വിവാദമായി. നടൻ ഇനിയും തെറ്റ് തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ലിസ്റ്റിൻ പറഞ്ഞിരുന്നു. ഇതിനെതിരെ രംഗത്തെത്തിയ സാന്ദ്ര തോമസ് ലിസ്റ്റിന്റെ പ്രസ്താവന അനുചിതമാണെന്നും മലയാള സിനിമയിലെ നടന്മാരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണെന്നും ആരോപിച്ചിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനെ അടിയന്തരമായി നിർമ്മാതാക്കളുടെ സംഘടന ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നത് മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് വഴിതെളിക്കുമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറയുന്നു. കണക്ക് പുറത്തുവിടുന്നത് കൊണ്ട് സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ അത് തെറ്റാണെന്നും സാന്ദ്ര തോമസ് പറയുന്നു. നിർമ്മാതാക്കൾ പുറത്തുവിടുന്ന കണക്കുകൾ കണ്ട് പേടിച്ച് സിനിമയിൽ പണം മുടക്കാൻ തയ്യാറായി നിന്ന കേരളത്തിലെ നിർമ്മാതാക്കളും വിദേശ നിക്ഷേപകരും പിന്മാറിക്കഴിഞ്ഞു. ഈ നീക്കം മലയാളികളായ നിർമ്മാതാക്കൾ പിന്മാറുന്നതിനും കേരളത്തിന് പുറത്തുള്ള വട്ടിപ്പലിശക്കാർ മലയാള സിനിമയെ പിടിച്ചെടുക്കുന്നതിനും വഴിതെളിക്കുകയുള്ളൂവെന്നും സാന്ദ്ര തോമസ് മനോരമ ഓൺലൈനിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. സാന്ദ്ര തോമസിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുത്. പ്ലീസ് അപേക്ഷയാണ്. തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ വഴിവിട്ട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിവെട്ടാൻ മലയാള സിനിമാ വ്യവസായത്തെ ഒറ്റിക്കൊടുക്കുന്ന മഹാപാപം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന ലിസ്റ്റിൻ മലയാള സിനിമാ വ്യവസായത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടയാളാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാകാനുള്ള അണിയറ നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നതറിയാം. നല്ലത് വരട്ടെ. മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന താല്പര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണ ലോബിക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ലിസ്റ്റിൻ നടത്തിയ ഭീഷണി പ്രസംഗത്തെയും ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ മാത്രം കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമാ വ്യവസായം നഷ്ടമാണെന്ന് വരുത്തി തീർത്ത് മലയാള സിനിമയിൽ നിന്ന് നിക്ഷേപകരെ അകറ്റുന്ന നടപടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ചെയ്യുന്നത്. ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് മറ്റ് പല സിനിമകൾക്കും കൂടി പലിശയ്ക്ക് പണം നൽകുന്നയാളാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമയിൽ പോലും വൻ തുക അദ്ദേഹം നിക്ഷേപിച്ചു. സംസ്ഥാനത്താകമാനം എത്രയോ സ്ക്രീനുകൾ ലിസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിമിന്റെ നിയന്ത്രണത്തിലാണ്. മലയാളത്തിൽ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപകർ വരാതായാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ കേരളത്തിലെ സിനിമാ വ്യവസായം എത്തിപ്പെടും. ഇത്തരം വട്ടിപ്പലിശക്കാരിൽ നിന്ന് വൻ തുക വാങ്ങി അവരുടെ ഏജന്റായാണ് ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക് പണം മുടക്കുന്നത്. ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ ഗൂഢനീക്കങ്ങൾ അദ്ദേഹത്തിന് താൽക്കാലിക ലാഭമുണ്ടാക്കാൻ സഹായകരമായിരിക്കും. പക്ഷേ ലിസ്റ്റിൻ ഒന്നോർക്കണം, ലിസ്റ്റിൻ മലയാള സിനിമാ രംഗത്ത് സൃഷ്ടിക്കുന്ന പലിശ കുത്തകകൾ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെയും വിഴുങ്ങും. അപ്പോഴേക്കും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്ക് വംശനാശം സംഭവിച്ചിരിക്കും. ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു ഒറ്റുകാരൻ്റെ കൊതിയും കിതപ്പും കാണുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ മലയാള സിനിമയ്ക്ക്, നമ്മുടെ നാടിനും ഒട്ടും നല്ലതല്ല. വട്ടിപ്പലിശക്കാരന്റെ സ്വാധീനവും താല്പര്യങ്ങളും കാരണം ഒരു സാധാരണ സിനിമാ നിർമ്മാതാവിനും മലയാള സിനിമാ രംഗത്ത് ഒരു നിലയ്ക്കും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു ലോബിയുടെ താല്പര്യമാണ്. അതിൻ്റെ കെടുതികൾ എല്ലാ സിനിമാ സംഘടനകളും ചലച്ചിത്ര പ്രവർത്തകരും മാധ്യമങ്ങളും തിരിച്ചറിയണം. ലിസ്റ്റിൻ സ്റ്റീഫൻ സ്വയം തിരുത്താനും മലയാള സിനിമ വ്യവസായത്തിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനും ശ്രമിക്കണം. ആരും തെറ്റിദ്ധരിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർത്തും നല്ല ഉദ്ദേശത്തോടെയാണ് ഇത്രയും പറഞ്ഞത്. ഇതെല്ലാം അറിഞ്ഞിട്ടും സിനിമാ സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കുറ്റകരമായ മൗനം പാലിക്കുന്നതും നിസ്സഹായതയാൽ പിന്തുണയ്ക്കുന്നതും കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നു. മലയാള സിനിമയും അതിൻ്റെ നിർമ്മാതാക്കളും മറ്റ് സാങ്കേതിക പ്രവർത്തകരും അതിൻ്റെ നല്ല കാലം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞാണ് സാന്ദ്ര കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.